Hello friends, welcome to SIRI on Live. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് റെസിപ്പി ആയിട്ടാണ്. അത് ഒരു ബിസ്ക്കറ്റ് പേടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ടൊരു ഇൻസ്റ്റൻറ്റ് ബിസ്ക്കറ്റ് പേട റെഡിയാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരോറൂട്ട് ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാൽ, 1.5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര, അതോടൊപ്പം തന്നെ കുറച്ച് റോസ് വാട്ടർ, പിന്നെ നെയ്യ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബിസ്ക്കറ്റ് പേട ഉണ്ടാക്കാനുള്ള എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധാ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ബിസ്ക്കറ്റൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായി വന്നിട്ടുണ്ട് നമ്മുടെ ആരോറൂട്ട് ബിസ്ക്കറ്റ്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര. ഞാനിവിടെ പൊടിച്ച യൂസ് ചെയ്യാൻ കാരണം ഇത് പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ പഞ്ചസാര കടിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടർ. ഈ റോസ് വാട്ടറിന് പകരം നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യ്. നെയ്യ് ഓപ്ഷണലാണ്. ഇപ്പോൾ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണോ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുന്നത് അതുവരേക്കും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഡൗ ഇട്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളുടെ ഡൗ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് പേട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്മോൾ പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല ബോൾ ഷേപ്പിലാക്കിയതിന് ശേഷം ജസ്റ്റ് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ പേട ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാൻ ഇങ്ങനെ വേണ്ട. ജസ്റ്റ് ഒരു സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ആക്കാം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പേട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാമിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഓപ്ഷണലാണ്, ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചൊന്നും കടിക്കാൻ കൂടി ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ പേട. കണ്ടില്ലേ, എത്ര എളുപ്പത്തിലാണ് പേട തയ്യാറാക്കിയെന്ന്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, വായിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചർ ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ഇൻസ്റ്റൻറ്റ് പേട. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.